ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അറഫ്ത സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ നേരെ നമ്മുടെ എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡിൽ നമുക്ക് തന്നെ കാണിക്കുന്നത് ദേഷ്യം പിടിച്ച് നിൽക്കുന്ന അദേശിനെയാണ്. അവൻ വേഗം മേജൻ കൊണ്ടുവന്ന ആ കേക്ക് എടുത്ത് താഴേക്ക് എറിഞ്ഞ് പൊട്ടിക്കും. അതിനുശേഷം അവൻ അവിടെ നിന്നും പോവും. അത് കാണുമ്പോൾ മേജൻ അവൻ്റെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് പോവും. അദേശ്, നീ എന്താ കാണിച്ചത്? നിനക്ക് വല്ല ബോധമുണ്ടോ? മേജൻ, എനിക്കിപ്പോൾ നേടുന്ന സംസാരിക്കേണ്ട, പക്ഷേ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഇത്ര നേരം നിനക്കൊരു കുഴപ്പമില്ലാതിരുന്നാണല്ലോ. എന്നിട്ടിപ്പോൾ എല്ലാവരുടെ ഇടയിൽ വെച്ച് നീ എന്തിനാണ് നാണം കെടുത്തിയത്? മേജൻ, നിന്നോടൊന്നും സംസാരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നീ എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നോട് പറഞ്ഞൂടെ? എന്നെ എനിക്ക് മനസ്സിലാവല്ലോ, പിന്നെ ഞാനിങ്ങനെ ചോദിക്കില്ലല്ലോ. ഇനി ഇത് നിന്റെ പാസ്റ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇത് കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കും. മതി, ഇനി നീ നിർത്തിക്കോ. നിന്നോട് ഞാൻ കുറേ തവണ പറഞ്ഞതല്ലേ മിണ്ടാതിരിക്കാൻ. നീ വീണ്ടും വീണ്ടും എൻ്റെ പാസ്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോവും. അത് കാണുമ്പോൾ മേജന് വിഷമാവും. അതിനുശേഷം അവൻ നേരെ ആൻറ്റിയുടെ ആങ്ങളുടെ അടുത്തേക്കാണ് പോകുന്നത്. അവൻ അവിടെ വെച്ച് കാണിച്ചു കൂട്ടിയാലും അവരോട് സോറി പറയും. അതൊന്നും കുഴപ്പമില്ല, ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവല്ലോ എന്ന് പറഞ്ഞ് അവൻ മേലേക്ക് എടുക്കാൻ പോകും. അപ്പോൾ ദേശം ആലോചിക്കും, മേജൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ അവളെ വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവൾ ദേശിൻ്റെ ആ പുറകിൽ കണ്ട മുറിവും പിന്നെ ആ കേക്ക് കണ്ടപ്പോഴുള്ള റിയാക്ഷനും അവൻ്റെ പെരുമാറ്റങ്ങളെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കായിരിക്കും. അപ്പോഴാണ് അവൻ പെട്ടെന്ന് വാഷ്റൂമിൽ നിന്ന് വരുന്നത്. അത് കാണുമ്പോൾ അവൾ വേഗം ഉറങ്ങിയ പോലെ ആക്ട് ചെയ്യും. അത് കാണുമ്പോൾ അവൻ അവിടെ കിടന്നുറങ്ങാൻ നിൽക്കായിരിക്കും. അപ്പോൾ അവൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ചോദിക്കും, ദേശ്, ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം നീ ഇതുവരെ തന്നിട്ടില്ല. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനില്ലെന്ന് പറഞ്ഞ് അവൻ കിടന്നുറങ്ങും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടല്ലോ. നിന്റെ പുറകിൽ കണ്ട വലിയ മുറിപ്പാടുകളും ആ കേക്ക് കണ്ടപ്പോഴുള്ള നിന്റെ റിയാക്ഷനും ഇതെല്ലാം നിന്റെ ചൈൽഡ്ഹുഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണോ? നിന്റെ കുട്ടിക്കാലത്ത് നിനക്ക് എന്താ താങ്ങാൻ കഴിയാത്ത കാര്യം നീ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പകരമായിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് കേൾക്കുമ്പോൾ ദേശ് പറയും, നിന്നോട് ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലേ? എനിക്ക് ഉറങ്ങണം, ഒന്ന് പോകുന്നുണ്ടോ? ഇത് കേൾക്കുമ്പോൾ മേജനൊന്നും മിണ്ടാതെ അവിടെ കിടന്നുറങ്ങും. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. രാവിലെ തന്നെ മേജൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവളുടെ തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന ദേശിനെ അവൾ ശ്രദ്ധിക്കുന്നത്. ദേശം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന കാണുമ്പോൾ അവൾ അവൻ്റെ അടുത്തേക്ക് പോയി നോക്കും. അവൻ എന്തൊക്കെയോ സംസാരിക്കുന്ന പോലെ അവൾക്ക് തോന്നും. അത് കേൾക്കാനായി അവൾ അവൻ്റെ അടുത്തേക്ക് പോയി നോക്കുമായിരിക്കും. അപ്പോഴാണ് അവളുടെ കയ്യിലിരിക്കുന്ന സാധനം പെട്ടെന്ന് താഴേക്ക് വീഴുന്നത്. ആ സൗണ്ട് കേൾക്കുമ്പോൾ ദേശം പെട്ടെന്ന് എഴുന്നേക്കും. നീ എന്താ രാവിലെ തന്നെ ഓരോ ഒച്ച ഉണ്ടാക്കുകയാണല്ലോ? അത് കേൾക്കുമ്പോൾ മേജൻ പെട്ടെന്ന് ഷോക്കായി അവൾ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ തന്നെ പോയിരിക്കും. അത് കാണുമ്പോൾ ദേശം നേരെ വാഷ്റൂമിലേക്ക് പോകും. പിന്നീട് കാണിക്കുന്നത് മാജിനെയാണ്. അവൾ നേരെ ജമാലിൻ്റെ അടുത്തേക്ക് പോയി ദേശിനെ കുറിച്ച് ചോദിക്കും. ഇന്നലെ നടന്ന കാര്യങ്ങളും അവൻ്റെ പാസ്റ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ വലിയ കാരണങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അവനെ ഏറ്റവും കൂടുതൽ അറിയുന്നത് നീയല്ലേ. നിന്നേക്കാൾ കൂടുതൽ ദേശിന് മറ്റാർക്കും അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് നിന്നോട് ചോദിക്കാമെന്ന് വിചാരിച്ചത്. ദേശിനോട് ഞാൻ ഒരുപാട് തവണ ചോദിച്ചിട്ടും അവനൊന്നും പറയുന്നില്ല. അത് കേൾക്കുമ്പോൾ ജമാൽ മേജനോട് പറയും, മേജൻ, നീ എന്താ വിചാരിക്കുന്നത്? ദേശം നിന്നോടൊരു കാര്യം പറയണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാനെങ്ങനെയാണ് നിന്നോട് പറയുന്നത്? അവനത് നീ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ കാര്യം ഞാൻ നിന്നോട് എങ്ങനെ പറയാ? നീ ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പം എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, ഞാൻ നിന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോവും. കാരണം അവൻ നമ്മുടെ മേജനെ കുറ്റപ്പെടുത്താനും വയ്യ, ദേശിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവളോട് പറയാനും വയ്യ. അതുകൊണ്ട് തന്നെ അവൻ വേഗം അവിടെ നിന്ന് എസ്കേപ്പായി പോവും. അപ്പോഴാണ് അവിടേക്ക് ദേശം വരുന്നത്. ഇപ്പം നിനക്ക് കിട്ടാനുള്ള മറുപടിയൊക്കെ കിട്ടിക്കഴിഞ്ഞില്ലേ? നിനക്ക് ഇനിയും ഇതിൽ കൂടുതൽ എന്താ അറിയേണ്ടത്? നിനക്ക് അറിയുന്നതല്ലേ, ഞാൻ ഒരു ഓർഫനേജിൽ വളർന്നതാണ്. എൻ്റെ അമ്മ അച്ഛൻ എനിക്ക് ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടു. അങ്ങനെ വളർന്ന ഒരു കുട്ടികളുടെ ലൈഫിൽ ഒരുപാട് കഷ്ടപ്പാടൊക്കെ അനുഭവിക്കേണ്ടി വരും. അതുപോലത്തെ ഒരുപാട് കഷ്ടപ്പാട് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എനിക്കിനി എന്താ അറിയേണ്ടത് എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവൾ കിച്ചണിലേക്ക് വരുമ്പോൾ അവിടെ ഗുല്ലാൻറ്റി ഫുഡ് ഉണ്ടാക്കുന്നുണ്ടാവും. അത് കാണുമ്പോൾ അവൾ അവരുടെ അടുത്തേക്ക് വരും. മോളെ, നിനക്ക് എന്താ പറ്റിയത്? എന്താ സാഡായിട്ടിരിക്കുകയാണല്ലോ? ഇപ്പോഴും നിങ്ങൾ ആ പ്രശ്നമൊന്നും കഴിഞ്ഞിട്ടില്ലേ? അവൻ ആ കേക്കല്ല വേണ്ടെന്ന് പറഞ്ഞുള്ളൂ. സാരല്ല, നമുക്ക് വേറൊരു അടിപൊളി ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം. അത് കേൾക്കുമ്പോൾ മേജൻ അതിന് സമ്മതിക്കും. അങ്ങനെ അവൾ വീണ്ടും ഗുല്ലു ആൻറ്റിയുടെ നിർദ്ദേശപ്രകാരം നല്ലൊരു അടിപൊളി ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അതിനുശേഷം അവൾ അത് ജമാലിനും ദേശിനും ആൻറ്റിക്കും അങ്കിളിനും എല്ലാം സേവ് ചെയ്യും. അവിടെ തന്നെ മുസൈനും ആസ്ലി ഇരിക്കുന്നുണ്ടാവും. അവർക്ക് വേണോ ചോദിക്കുമ്പോൾ അവർ അങ്ങനത്തെ ഫുഡൊന്നും കഴിക്കാറില്ലെന്ന് പറയും. ദേശം ഇരുന്ന് തിന്നുന്നതും പോട്ടെ, ജമാൽ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് തിന്നത് കാണുമ്പോൾ ആസ്ലിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അത് കാണുമ്പോൾ ജമാൽ കുറച്ചൊന്ന് പേടിയാവും. പക്ഷേ നമ്മുടെ ദേശിന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവനവളോട് പറയും, എന്തായാലും ഈ ഫുഡ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അവനവൾക്ക് നല്ലൊരു കോംപ്ലിമെന്റ് നൽകുകയാണ്. അത് കേൾക്കുമ്പോൾ മേജൻ ഒത്തിരി സന്തോഷമാവും. അതിനുശേഷം മേജൻ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി ഒറ്റയ്ക്ക് നിൽക്കുകയായിരിക്കും. അത് കാണുമ്പോൾ ദേശം അവളുടെ അടുത്തേക്ക് വന്ന് ചോദിക്കും, നീ എന്താ ഇപ്പം എവിടെയാണ് നിൽക്കുന്നത്? അതെന്താ, ഇനി എനിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പാടില്ലേ? അതിനിനി നിന്റെ പെർമിഷൻ വല്ലതും ആവശ്യമുണ്ടോ? അതൊന്നുമില്ല, നീ കാര്യം പറ, നിനക്കെന്താ എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അത് കേൾക്കുമ്പോൾ മേജൻ പറയും, ഞാൻ എന്തൊക്കെ ചെയ്താലും അതല്ല നിനക്ക് ഇങ്ങനെ മനസ്സിലാവുന്നതെന്ന് അവൾ അവനോട് ചോദിക്കും. അത് കേൾക്കുമ്പോൾ അവനും പറയും, എനിക്ക് നിന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം. നിനക്കെന്നെക്കുറിച്ച് അത്രയ്ക്ക് അറിയെങ്കിൽ പിന്നെ നീ എന്തെന്നെ വിശ്വസിക്കാത്തത്?
അത് കേൾക്കുമ്പോൾ ആദേശ് അവളോട് പറയും, ഞാനെന്തിനാണ് നിന്നെ വിശ്വസിക്കുന്നത്? വാവ്, എന്തായാലും ഇത് നിന്നെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചാൽ അവർക്ക് മറുപടി കൊടുക്കാതെ തിരിച്ച് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കും. നിന്നോട് ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ വരുമ്പോൾ അപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടും. അല്ലെങ്കിൽ ഇതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല, അങ്ങനെ പറഞ്ഞു പോകും. അല്ലാതെ ഒരു ഉത്തരം നീ പറയാറില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ ആദേശ് അവളോട് ചോദിക്കും, ഞാൻ ഉത്തരം പറയില്ലെന്ന് അറിയെങ്കിൽ പിന്നെ നീ എന്തിനാ വെറുതെ ചോദിക്കാൻ നിൽക്കുന്നത്? കണ്ടോ, വീണ്ടും ചോദ്യം ചോദിച്ചു. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും നിനക്ക് ഒരിക്കലും ഉത്തരം പറയാനുണ്ടാവില്ല. എപ്പോഴും ഇതുപോലെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. നീ ചോദിക്കുന്നതിൻ്റെ ഉത്തരം ഞാൻ പറയുന്നില്ലെങ്കിൽ അതിനുള്ള ഉത്തരം എനിക്ക് പറയാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടല്ല ഞാൻ പറയാതിരിക്കുന്നത്. നോക്കാദേശ്, ഞാൻ ഒരിക്കലും നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയല്ല ചോദിക്കുന്നത്. ഒരു പക്ഷേ നിന്റെ പ്രശ്നങ്ങളെല്ലാം നീ എന്നോട് പറഞ്ഞാൽ എനിക്കതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാലോ. അതല്ലെങ്കിലും നിന്റെ വിഷമങ്ങളെല്ലാം ഒരാളോട് പറഞ്ഞു തീർക്കുമ്പോൾ നിനക്ക് അത്രയും സമാധാനം ഉണ്ടാവില്ലേ? അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. നീ എന്നെ വിശ്വസിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് ഞാൻ നിന്നെ വിശ്വസിക്കാൻ വേണ്ടി ശ്രമിക്കുന്നെങ്കിലുണ്ട്. പക്ഷെ നീ അതിനൊന്നും ട്രൈ ചെയ്യുന്ന പോലും ഇല്ലല്ലോ. ഇതെല്ലാം അറിഞ്ഞിട്ട് എനിക്ക് വേറെ ഒന്നും കിട്ടാനല്ല. ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ എന്നെ കൊണ്ട് കഴിഞ്ഞാലോ. നീ പലപ്പോഴെങ്കിലും ഒരാളെങ്കിലും വിശ്വസിക്കുന്നത് നല്ലതാ. എപ്പോഴും ഇങ്ങനെ ആരെയും വിശ്വസിക്കാതെ എല്ലാവരും എതിർത്തോണ്ട് ഇങ്ങനെ റൂഡായിട്ട് നീ എത്ര കാലം ജീവിക്കും എന്നും പറഞ്ഞ് മേജൻ അവിടെ നിന്നും പോവും. അതിനുശേഷം അവർ രണ്ടുപേരും രണ്ട് സൈഡിലായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. മേജൻ്റെ കൂടെ ആൻറ്റി ഉണ്ടാവും, ആദേശിൻ്റെ കൂടെ അങ്കിളും ഉണ്ടാവും. അങ്കിളും ആൻറ്റിയും കൂടി അവർക്ക് രണ്ടുപേർക്കും ഓരോ ഉപദേശങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരിക്കും. അത് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഇനി മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, എന്താണേലും സംസാരിച്ചാൽ തീരുമല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കാൻ തീരുമാനിക്കും. ആദ്യം തന്നെ മേജനാണ് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്. സോറി, ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളിങ്ങനെ പ്രഷർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരാൾക്കൊരു കാര്യം പറയാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ വെറുതെ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ചെയ്തതൊന്നല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ ഭാരങ്ങളൊക്കെ ഒരാളോട് പറയുമ്പോൾ അതെല്ലാം ഇറങ്ങിപ്പോവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്നോട് പറയാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്കതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. എല്ലാം നിങ്ങൾ ഇഷ്ടപ്രകാരം ചെയ്താൽ മതിയെന്ന് അവൾ അവനോട് പറയും. അത് കേൾക്കുമ്പോൾ അവൻക്ക് ഒത്തിരി ഇഷ്ടമാവും. അതിനുശേഷം അവൾ പറയും, അല്ല നിങ്ങളെന്താ പറയാൻ വന്നത്? അത് കേൾക്കുമ്പോൾ ആദേശ് അവളോട് പറയും, ഇന്ന് രാത്രി കറക്റ്റ് 10 മണിക്ക് നീ നമ്മുടെ സ്റ്റഡി റൂമിലേക്ക് വരണം. അവിടെ ഞാനുണ്ടാവും. നീ ആ സമയത്ത് വേറെ എവിടേക്കും പോയി കളയരുതെന്ന് പറയും. അത് കേൾക്കുമ്പോൾ മേജൻ ചോദിക്കും, എന്തിനാ നീ 10 മണിക്ക് തന്നെ വരാൻ പറഞ്ഞത്? അതൊക്കെ ഞാനപ്പോൾ പറഞ്ഞുതരാം. ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. കറക്റ്റ് 10 മണിയാകുമ്പോഴത്തേന് നീ സ്റ്റഡി റൂമിലേക്ക് എത്തിയാൽ മതി. ബാക്കി വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് അവനോട് പറയും. പിന്നീട് കാണിക്കുന്നത് ആൻറ്റീനെ അങ്കിളിനെയാണ്. അവർക്ക് രണ്ടുപേർക്കും പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മേജൻ ആദേശും അവർ ഒരുപാട് സന്തോഷത്തോടെ അവിടുന്ന് പറഞ്ഞേക്കും. അതിനുശേഷം മേജൻ ആദേശിനോട് ചോദിക്കും, എന്നാലും നിങ്ങൾ എന്തിനാ എന്നോട് 10 മണിക്ക് വരാൻ പറഞ്ഞത്? ഇപ്പം തന്നെ പറ, എനിക്കിത് അറിയാനായിട്ട് എന്തോ പോലെ. അത് കേൾക്കുമ്പോൾ ആദേശം പറയും, നീ എന്തിനാ അതിന് ഇത്രയൊക്കെ ക്യൂരിയോസിറ്റി കാണിക്കുന്നത്? 10 മണിക്ക് വരാൻ പറഞ്ഞാൽ അപ്പം കറക്റ്റ് സമയത്തിന് വന്നാൽ മതി. ഇപ്പം തന്നെ പറയുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞ് ആദേശം അവിടെ നിന്നും പോകും. മേജനാണെങ്കിൽ അതെന്തിനായിരിക്കും വരാൻ പറഞ്ഞതെന്നറിയായിട്ട് തീരെ ഇറുക്കപ്പുറത്ത് ഇല്ലാതിരിക്കുകയാണ്. റൂമിലെത്തിയ ആദേശം എന്തോ ഒരു കാര്യം ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ മേജന് മനസ്സിലാവും അവൻ അവൻ്റെ വാച്ചാണ് തിരയുന്നതെന്ന്. അത് കാണുമ്പോൾ അവൾ വേഗം ആ വാച്ച് അവനക്ക് എടുത്തു കൊടുക്കും. ഇതില്ല നീ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓ, നിനക്കെങ്ങനെ മനസ്സിലായി എന്നും പറഞ്ഞ് അവൻ ആ വാച്ച് കയ്യിൽ കിട്ടും. നീ എന്താ വിചാരിച്ചേ നിനക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയുള്ളൂ? എനിക്ക് നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് മേജൻ അവനോട് പറയും. എന്തായാലും ഇതുപോലെ നമുക്ക് ആൻറ്റീനെ അങ്കിളിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വിളിക്കണം. അവരുണ്ടാകുമ്പോൾ നല്ല രസം, ഒരു പോസിറ്റീവ് വൈബാ. അത് ശരിയാണെന്ന് ആദേശം പറയും. അതിനുശേഷം മേജൻ അവളുടെ കഴുത്തിലൊരു മാല ഇടാൻ നോക്കിയായിരിക്കും. പക്ഷേ അവൾക്ക് ആ ചെയിന് മര്യാദയ്ക്ക് ഇടാൻ കഴിയില്ല. അത് കാണുമ്പോൾ ആദേശം അവളുടെ അടുത്തേക്ക് നിന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കും. അങ്ങനെ അവൻ തന്നെ അവൾക്ക് ആ മാല ഇട്ട് കൊടുക്കും. അതിനുശേഷം അവൾക്ക് ആകെ ബ്ലഷ് ആയതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് വേഗം ഇറങ്ങിപ്പോകും. പിന്നീട് കാണിക്കുന്നത് ആദേശിനും ജമാലയാണ്. അവർ രണ്ടുപേരും മേജന് കൊടുക്കാനുള്ള ആ സർപ്രൈസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇന്നാണ് ഞാനത് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇവിടെ വെച്ചാൽ നമുക്ക് ആ മൂവി കാണിക്കാം. ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. എന്തായാലും നീ അവൾക്കൊരു സർപ്രൈസ് എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതല്ലേ? അവളെങ്ങാനും നീ പറഞ്ഞ സമയത്തിന് മുൻപ് ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ആകെ പൊളിയും. അതുകൊണ്ട് അവളെ എങ്ങനെയും നീ ഹാൻഡിൽ ചെയ്യണമെന്ന് ജമാൽ ആദേശിനോട് പറയും. അത് നീ പേടിക്കേണ്ട, അവളൊക്കെ ഞാൻ എങ്ങനെയും ഇവിടുന്ന് മാറ്റിക്കോളാമെന്ന് ആദേശ് അവനോട് പറയും. പിന്നെ ഈ ഒരു മൂവി കാണിക്കാൻ വേണ്ടി നീ അത്ര ഓവറായി ഇവിടെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒരു മൂവിയാണ്, അതിൻ്റെ സെറ്റപ്പ് മതി എന്ന് പറയും. അതല്ല, ഞാൻ അതിൻ്റെ മട്ടം പോലെ ചെയ്തോളാമെന്ന് ജമാൽ ആദേശിനോട് പറയും. ജമാലും ആദേശും കൂടി സ്റ്റഡി റൂമിൽ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്ത് നിന്ന് ആസ്ലി ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അവളുടെ ശ്രദ്ധ മൊത്തം ആദേശ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. എന്നാലും അവൻ എന്തിനോട് കറക്റ്റ് 10 മണിക്ക് തന്നെ സ്റ്റഡി റൂമിലേക്ക് വരാൻ പറഞ്ഞത്? എന്തിനായിരിക്കും അത്? ഇവനൊന്ന് കാര്യം പറഞ്ഞൂടെ എന്നും പറഞ്ഞ് അവൾ അതും ആലോചിച്ച് തന്നെ ഇരിക്കുകയാണ് അവിടെ. അപ്പോഴാണ് ആദേശ് അവിടേക്ക് വന്ന് അവളോട് കാറിൽ കയറാൻ പറയുന്നത്. നമുക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിലേക്കൊന്ന് പോകാനുണ്ട്. അവൻ സത്യം പറഞ്ഞാൽ അവളെ ഇവിടെ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അല്ല, ഞാൻ എന്തിനാ ഓഫീസിലേക്ക് വരുന്നത്? ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അല്ല, അവിടെ നേരിട്ട് പോയി കുറച്ച് ഫയൽസ് റെഡിയാക്കാനുണ്ട്, നീ ഒന്ന് പെട്ടെന്ന് വാ. അത് കേൾക്കുമ്പോൾ മേജൻ അവൻ്റെ കൂടെ
കൂടെ പോകും. ഓഫീസിലെത്തിയ മേജനാണെങ്കിൽ ജോലി ചെയ്യാനൊന്നും ഒരു മൂടുമില്ല. അവളുടെ ചിന്ത മൊത്തം ആദേശ് പറഞ്ഞ കാര്യത്തിലാണ്. എന്നാലും എന്തിനായിരിക്കും അവനോട് വരാൻ പറഞ്ഞത്? അവൻ്റെ തൊട്ട് മുന്നിലിരുന്നാണ് ഇത് ആലോചിക്കുന്നത്. ഇനി വല്ല ഡിന്നറാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ? എന്തായാലും ഇവരൊന്ന് പറഞ്ഞൂട്, വെറുതെ എൻ്റെ സമാധാനം കളയാൻ വേണ്ടിയിട്ട്. അവളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ, അല്ല മേജൻ, നീ എന്താ ഈ പിറുപിറുത്തോണ്ടിരിക്കുന്നത്? എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, ഒന്നുമില്ല, നിങ്ങൾ വെക്കിയതോ എന്നും പറഞ്ഞ് അവൾ അവിടെ പെണ്ണ് വെച്ച് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. കാരണം അവളാകെ അതാലോചിച്ച് സ്ട്രെസ്സായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ അറിയാതെ ആ പെണ്ണ് വെച്ച് ഇങ്ങനെ ടേബിൾ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് കേൾക്കുമ്പോൾ അതേശം ഇറിറ്റേഷൻ ആവും. മേജൻ, നീ എന്തായി കാണിക്കുന്നത്? അപ്പോൾ അവൾ പെട്ടെന്ന് അത് നിർത്തിയിട്ട് സോറി ഇനി ഞാൻ ചെയ്യുന്നില്ലെന്ന് പറയും. അതിനുശേഷം വീണ്ടും അവൾ കാല് വെച്ച് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഓരോ സൗണ്ടിലുണ്ടാകുന്നതുകൊണ്ട് തന്നെ അതേശ് വീണ്ടും അവളെ നോക്കും. അല്ല ഇപ്പം എന്താ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. അത് കേൾക്കുമ്പോൾ ആദേശ് അവളുടെ കാലിലേക്ക് നോക്കും. ഓ സോറി, ഞാനത് അറിയാതെ ചെയ്തു പോകുന്നതാ. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, നീ എന്താ ഇവിടെ ഒന്നല്ലോ നിന്റെ ശ്രദ്ധ, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുക? എന്താണേലും നിങ്ങളോട് പറയാൻ പോകുന്നില്ലല്ലോ. നീ എന്തിനെക്കുറിച്ചായി പറയുന്നത് മേജൻ? ഒന്നുമില്ല, നിങ്ങൾ എന്തിനാ എന്നോട് 10 മണിക്ക് വരാൻ പറഞ്ഞത്? അതൊന്ന് പറയുന്നുണ്ടോ? എനിക്കത് ആലോചിച്ചിട്ട് ആകെ തലവേദന എടുക്കുക. എന്തിനാണെന്ന് പറ. അത് കേൾക്കുമ്പോൾ ആദേശ് പറയും, നീ എന്താ ഇപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുകയാണോ? ഞാനിവിടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? ചുമ്മാ ഡിസ്റ്റർബ് ചെയ്യാതെ. അത് കേൾക്കുമ്പോൾ മേജൻ ആകെ വിഷമാവും. എങ്കിലും എന്തിനായിരിക്കും എന്നോട് വരാൻ പറഞ്ഞതെന്ന് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഈ കാര്യമെല്ലാം കാണുമ്പോൾ ആദേശിന് നല്ല ചിരി വരുന്നുണ്ട്. അപ്പോഴാണ് ആദേശിന് പെട്ടെന്ന് മുസൈൻ്റെ കോൾ വരുന്നത്. അതെടുക്കുമ്പോൾ മുസൈൻ അവരെ വിളിച്ചിട്ട് പറയും, മോനെ എനിക്ക് തീരെ സുഖമില്ല, നീ ഒന്ന് ഇവിടേക്ക് വരൂ. അത് കേൾക്കുമ്പോൾ ആദേശ് പെട്ടെന്ന് ടെൻഷനാവും. അമ്മയ്ക്ക് എന്താ ഇത്ര പെട്ടെന്ന് പറ്റിയത്? അമ്മ പേടിക്കണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ വേഗം അവിടേക്ക് പോകാൻ നിൽക്കുമായിരിക്കും. അത് കാണുമ്പോൾ മേജൻ അവനോട് ചോദിക്കും, എന്ത് പറ്റി? ഒന്നുമില്ല, അമ്മയ്ക്ക് എന്തോ വയ്യാന്നാ പറഞ്ഞത്, ഞാനൊന്ന് പോയിട്ട് വരാം. അത് കേൾക്കുമ്പോൾ മേജന് പറയും, പെട്ടെന്ന് വരണേ, 10 മണിക്ക് ഞാൻ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. അത് കേൾക്കുമ്പോൾ ആദേശം പറയും, നീ എന്തായാലും 10 മണിക്ക് അവിടെ എത്തിയാൽ മതി, ഞാനും നിന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്. ആദേശിനാണെങ്കിൽ മേജന്റെ സന്തോഷമൊക്കെ കണ്ട് അവൻ ഒത്തിരി സന്തോഷമാവാണ്. ആദേശ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ മേജൻ ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അവൻ പോകാൻ നിൽക്കുമ്പോൾ അവൾ വീണ്ടും ചോദിക്കും, ആദേശ് കറക്റ്റ് 10 മണിക്ക് തന്നെ അല്ലേ? ആ മേജൻ, നീ കറക്റ്റ് ആ സമയത്തിന് വന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും. അതിനുശേഷം മേജൻ അവളുടെ ഫോൺ എടുത്ത് നോക്കും. ഇനിയും എത്ര ടൈമുണ്ട് 10 മണിയാവാൻ? ഇനിയും കുറേ നേരം വെയിറ്റ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് അവൾ ആകെ മൊത്തത്തിൽ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ആദേശ് നേരെ വീട്ടിലേക്ക് എത്തി മുസൈൻ്റെ അടുത്തേക്ക് പോകും. മുസൈന് തീരെ വയ്യാണ്ടിരിക്കുകയാണെന്ന് അവർ പറയും. മോനെ, നിന്റെ കയ്യിൽ ഫോണില്ലേ? ആസ്ലിക്കൊന്ന് വിളിക്കോ? അവളെ ഞാൻ ഒരുപാട് തവണ വിളിച്ചിട്ടും അവൾ ഫോൺ എടുക്കുന്നില്ല, നീ ഒന്ന് അവൾക്ക് വിളിച്ചു തരൂ. അത് കേൾക്കുമ്പോൾ ആദേശ് അവൻ്റെ ഫോണിൽ നിന്ന് ആസ്ലിക്ക് വിളിച്ച് മുസൈൻ്റെ അടുത്ത് കൊടുക്കും. ഞാനിപ്പോൾ ജമാലൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും. അപ്പോഴാണ് ഇവരുടെ പ്ലാൻ നമുക്ക് മനസ്സിലാവുന്നത്. ഇതെല്ലാം അവർ പ്ലാൻ ചെയ്ത കാര്യം തന്നെയാണ്. ആസ്ലി നേരത്തെ ജമാലും ആദേശും കൂടി സംസാരിക്കുന്നത് കേട്ടിരുന്നല്ലോ, അതുപ്രകാരമാണ് ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസൈൻ വേഗം ആസ്ലിക്ക് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയും. അതിനുശേഷം അവർ ആദേശിൻ്റെ ഫോണിൽ നിന്ന് മേജൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കും. ഇന്ന് എനിക്ക് 10 മണിക്ക് വരാൻ കഴിയില്ല, ചെറിയൊരു തിരക്കുണ്ട്. അത് കേൾക്കുമ്പോൾ മേജൻ ആകെ ഷോക്കാവും. ഇതിപ്പോൾ എന്ത് പറ്റി? അവൾ അത്രയും എക്സൈറ്റഡ് ആയിട്ടിരുന്നതുകൊണ്ട് തന്നെ ഇവനിങ്ങനെ പറയുമ്പോൾ അവൾക്ക് ഒത്തിരി വിഷമാവും. എന്താ കാര്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവൾ മെസ്സേജ് ചോദിക്കും. അത് കേൾക്കുമ്പോൾ മുസൈൻ പറയും, വേറെ പ്രശ്നമൊന്നുമില്ല, കുറച്ച് തിരക്കിലാണ്, ഇത് നമുക്ക് പിന്നെ ആക്കാമെന്ന് മുസൈൻ അവൾക്ക് ആദേശിൻ്റെ രീതിയിൽ മെസ്സേജ് അയക്കും. അത് കാണുമ്പോൾ അവൾ ഓക്കെ എന്ന് പറയും. അവൾ ഒരുപാട് സാഡായിരിക്കും. കാരണം അവൾ അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അവൻ എന്തോ അവൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന്. അവനിപ്പോൾ പെട്ടെന്ന് അത് ക്യാൻസൽ ചെയ്യുമ്പോൾ അവൾക്ക് ആകെ വിഷമാവും. അവളങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് ദമയത്ത് വരുന്നത്. നമുക്ക് രണ്ടുപേർക്കും ഒരു കോഫി കുടിക്കാൻ പോയാലോ? അപ്പം മേജൻ ഈ കാര്യങ്ങളെല്ലാം അവളോട് പറയും. അതെല്ലാം കേൾക്കുമ്പോൾ ദമയത്ത് ചോദിക്കും, അല്ല അതിന് നിനക്ക് വിഷമമുണ്ടോ? ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, അല്ല എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ അവൻ ഇത്രയൊക്കെ എക്സൈറ്റഡ് ആയിരുന്ന സ്ഥിതിക്ക് ഇത്ര പെട്ടെന്ന് എന്താ ക്യാൻസൽ ആയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് അവിടേക്ക് നസീർ വരുന്നത്. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? പക്ഷെ മേജൻ, എനിക്ക് നിന്നോട് അത്യാവശ്യം ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഇന്ന് രാത്രി നമുക്കൊരു ബിസിനസ് ഡിന്നർ ഉണ്ട്. ഇത് എൻ്റെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതിന് നിന്റെ ഒരു ചെറിയ സഹായം വേണം. അതിനാണ് നിന്നെ കൂടി കൊണ്ടുപോകുന്നത്. ആ ഡിന്നറിൽ നമ്മൾ മാത്രമല്ല കുറേ ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ടാവും. ഇതൊരു ബിസിനസ് ഡിന്നറായിട്ട് കണ്ടാൽ മതി എന്ന് നസീർ അവളോട് പറയും. വിരോധമല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പോയാലോ? അത് കേൾക്കുമ്പോൾ മേജൻ ആദ്യത്തിന് നിരസിക്കുന്നുണ്ട്. പക്ഷേ ദമയത്തും നസീറും എല്ലാം കൂടി ഇങ്ങനെ പറയുമ്പോൾ അവൾ പിന്നെ അതിന് സമ്മതിക്കും. എങ്കിൽ ശരി, ബിസിനസ്സിൻ്റെ കാര്യമല്ലേ, നമുക്ക് പോവാം. അത് കേൾക്കുമ്പോൾ നസീറിന് ഒത്തിരി സന്തോഷമാവും. അങ്ങനെ രാത്രി അവർ രണ്ടുപേരും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകും. മേജൻ വിചാരിക്കുന്നത് അവിടെ അവരുടെ ഒരുപാട് ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ടാവും, അതുകൊണ്ടാണ് അവൾ അവിടേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ വേറെ ആരും ഉണ്ടാവില്ല, ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ. അവരൊക്കെ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നസീർ അവളോട് കള്ളം പറയും. അതിനുശേഷം അവർ രണ്ടുപേരും അവിടെ ഇരിക്കും. പിന്നീട് കാണിക്കുന്നത് ആദേശിനെയാണ്. ഇത്രയും നേരമായിട്ടും മേജൻ എന്താ വീട്ടിലേക്ക് വരാത്തത്? അവൾ ഇനി ഇപ്പോഴും ഓഫീസിലാണോ? ഈ നേരത്തെ വരണമെന്ന് ഞാൻ പറഞ്ഞാണല്ലോ, അവൾ വരാമെന്ന് സമ്മതിച്ചാണല്ലോ. ഇനി അവൾക്ക് ഓഫീസിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് വിചാരിച്ച് അവൻ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുമായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് വാതിലുറന്ന ഒരാൾ വരുന്നത്. അത് വേറെ ആരും ആയിരിക്കില്ല, നമ്മുടെ സ്വന്തം ആസ്ലി ആയിരിക്കും. അല്ല, നീ എന്താ ഈ നേരത്തെ പുറത്തു പോകാൻ നിൽക്കുന്നത്? ഒന്നുമില്ല, ഞാൻ മേജനെ തെരഞ്ഞ് ഓഫീസിലേക്ക് പോകാൻ നിൽക്കുക. അത് കേൾക്കുമ്പോൾ ആസ്ലി പറയും, ഓഫീസിലോ? അതിന് ഓഫീസിലൊന്നും അവളില്ലല്ലോ.
പിന്നെ അവൾ എവിടെ പോയി? ഈ രാത്രി അവൾ എങ്ങോട്ടാ പോയതെന്ന് അദ്ദേഹം അവളോട് ചോദിക്കും. എനിക്കറിയില്ല, അവൾ നമ്മുടെ ഓഫീസിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന ഞാൻ കണ്ടിരുന്നു. ഈ രാത്രിയോ? അവൾ ഒറ്റയ്ക്കായിരുന്നോ? അതെനിക്കറിയില്ല, എന്തായാലും അവൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന ഞാൻ കണ്ടിരുന്നു. വേറൊന്നും എനിക്കറിയില്ലെന്ന് ആസ്ലി അവനോട് പറയും. അത് കേൾക്കുമ്പോൾ അവൻ ആകെ ടെൻഷനായി വേഗം അവിടേക്ക് പോകും. പിന്നീട് കാണിക്കുന്നത് നസീറിനെ മേജനെയാണ്. ഇത്ര നേരമായിട്ടും അവരെന്താ വരാത്താന്ന് ചോദിച്ചപ്പോൾ അവർ ട്രാഫിക്കിൽ പെട്ടതാണെന്നായിരുന്നു നസീർ കള്ളം പറഞ്ഞിരുന്നത്. ഇനിയും എന്താ വരാത്താന്ന് ചോദിക്കുമ്പോൾ നസീർ ഒരു ഫേക്ക് കോൾ ഉണ്ടാക്കും. സത്യം പറഞ്ഞാൽ അവൻ ആസ്ലി ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ആദേശം അവിടുന്ന് പുറപ്പെടാനുള്ള കാര്യം പറയാനായിരിക്കും അവൾ അവനക്ക് വിളിച്ചിട്ടുണ്ടാവുക. അതിനുശേഷം അവൻ അവളോട് പറയും, മേജൻ ഇവിടേക്ക് വരായിരുന്ന ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെ കാറ് ചെറുതായിട്ടൊന്ന് ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. ഭാഗ്യവശാൽ അവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, സേഫാണ്. പക്ഷേ ഈ ഒരു മീറ്റിംഗ് പിന്നീടാക്കാന്നാണ് അവർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ മേജൻ പറയും, എങ്കിൽ ശരി, ഞാൻ ഇനി വീട്ടിലേക്ക് പോകാം. പക്ഷേ നസീർ അതിന് സമ്മതിക്കില്ല. എന്തായാലും ഇവിടെ ഒരു വന്നതല്ലേ, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോയാലോ? അത് വേണ്ടെന്ന് മേജന് പറയുന്നു. എനിക്ക് എന്തായാലും വീട്ടിലേക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്, ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവൾ പോകാൻ നിൽക്കുമായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ആദേശ് വരുന്നത്. അപ്പം തന്നെ നസീർ അവളെ തടഞ്ഞിട്ട് പറയും, എന്നാൽ അവിടെ നിൽക്ക്, ഒരു കാര്യം കൂടിയുണ്ട്, എനിക്ക് നിന്നെ ഒരു കാര്യം കാണിക്കാനുണ്ട് എന്നും പറഞ്ഞ് അവൻ അവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ജ്വല്ലറി ബോക്സ് തുറക്കും. ഇതെല്ലാം ആദേശ് അവിടെ നിന്നും കാണുന്നുണ്ടായിരുന്നു. അവൻ നോക്കുമ്പോൾ കാണുന്നത് നസീർ ഒരു ജ്വല്ലറി ബോക്സും തുറന്ന് മേജന്റെ മുന്നിലിരിക്കുന്നതാണ്. അത് കാണുമ്പോൾ ആദേശിന് നല്ല ദേഷ്യം വരും. പക്ഷേ സത്യം പറഞ്ഞാൽ നസീർ അവളോട് പറയുന്നത് ഇത് അവൻ ദമയത്തിന് വേണ്ടി മേടിച്ചതാണെന്നാണ്. ഇതെങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ രണ്ടുപേരുടെയും ചോയ്സ് ഒക്കെ ഒരേപോലെയല്ലേ? അപ്പോൾ നിനക്ക് അവളുടെ ഇഷ്ടങ്ങളൊക്കെ അറിയുന്നതല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇത് നിനക്ക് കാണിച്ചു തരുന്നത്. ഇത് നീ നിന്റെ കയ്യിലൊന്ന് ഇട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവുമല്ലോ ഇത് രസമുണ്ടോ ഇല്ലേന്ന് എന്നും പറഞ്ഞ് അവൻ അത് അവളുടെ കയ്യിൽ ഇടിപ്പിച്ച് കൊടുക്കും. അതും കൂടി ആദേശ് കാണുമ്പോൾ അവൻ്റെ കൺട്രോൾ പോകും. അവൻ സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഒന്നാമത് അവളോട് അവൻ വരാൻ പറഞ്ഞിരുന്നു. അവളതിന് ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണിച്ച് വരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വരാത്തതും പോയിട്ട് ഇപ്പം അവൾ ഇരിക്കുന്നത് നസീറിൻ്റെ കൂടെയാണ്. പുറമെ അവൻ കൊടുത്ത സാധനം അവൾ കയ്യിലിട്ടാണ് ഇരിക്കുന്നത്. ഇതെല്ലാം കൂടി ആകുമ്പോൾ അവൻ ആകെ ദേഷ്യം പിടിക്കുകയാണ്. പക്ഷേ ഇതൊന്നും അറിയാതെ നമ്മുടെ പാവം മാജൻ ആ വള ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. എന്തായാലും ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, എന്തായാലും ഈ സമയത്തിന് ഇഷ്ടപ്പെടുന്നു മാജൻ നസീറിനോട് പറയും. നസീറിനാണെങ്കിൽ അവരുടെ പ്ലാനുകളെല്ലാം വർക്കൗട്ട് ആയതിൻ്റെ സന്തോഷത്തിലാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ആദേശിനെ കാണിച്ചുകൊണ്ട് ഈ 2 എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വൈകാതെ തന്നെ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.